കേരളത്തിലടക്കം നാളെ മുതൽ നിങ്ങൾ സമരത്തിലാണല്ലോ. ധാരാളം വിഷയങ്ങളുണ്ട്. ഇവിടെ ഒരു ഡോക്ടർ തൊഴിലെടുത്ത് കൊല്ലപ്പെട്ടു എന്നുള്ളതിലുപരി ഇതൊരു സ്ത്രീ സുരക്ഷയുടെ പ്രശ്നമാണ്. ഒരു ആശുപത്രിക്കകത്ത് ഒരു ജോലി ചെയ്തിരുന്ന ഡോക്ടർ, ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഡോക്ടർ ബലാത്സംഗം ചെയ്യപ്പെട്ട് കൊല്ലപ്പെടുന്നു എന്നുള്ളത് മാത്രമല്ല, അതിനുശേഷം സകല സംവിധാനങ്ങളും ഈ അക്രമികൾക്ക്, പ്രതികൾക്ക് തുണയായി വരുന്നു. അത് നിർബാധം തുടർന്നു. ഏറ്റവും ഒടുവിൽ കോടതി ഇടപെട്ട് CBI കേസ് ഏൽപ്പിക്കുന്നത് വരെ പ്രതികളെ രക്ഷപ്പെടുത്താനുള്ള ശ്രമം നിർബാധം തുടർന്നു എന്ന നടുക്കുന്ന വസ്തുത കൂടിയാണ് നമ്മൾ ബംഗാളിൽ അഭിമുഖീകരിക്കുന്നത്. തീർച്ചയായും അതെ. രാജ്യം നമ്മുടെ 78ാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുകയാണ്. അതിൻ്റെ എല്ലാം പ്രൗഢിയോടും കൂടി നമ്മൾ ആഘോഷിക്കേണ്ട സമയത്ത് രാജ്യത്തെ മുഴുവൻ ഡോക്ടർമാരും തെരുവിലാണിപ്പോൾ. ഇപ്പോഴും ഒരു നാഷണൽ ഫ്ലാഗ് പിടിച്ചൊരു പ്രകടനം നടത്തേണ്ട സ്ഥാനത്ത് മെഴുകുതിരികളുമായി പ്രകടനം നടത്തിയിട്ടാണ് ഞാൻ ഉൾപ്പെടെയുള്ള ഡോക്ടർമാരിപ്പോൾ നിൽക്കുന്നത്. ഇപ്പോഴും ആ ഒരു പ്രകടനത്തിനിടയിൽ നിന്നാണ് ഞാൻ ഈ ഒരു ഫ്ലോറിലേക്ക് എത്തുന്നത്. എന്താണ് RG Kar മെഡിക്കൽ കോളേജിൽ നടക്കുന്നത്? ഒരു റെസിഡൻറ്റ് ഡോക്ടർ, 31 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു റെസിഡൻറ്റ് ഡോക്ടർ അവളുടെ ജോലി സ്ഥലത്ത് അതിക്രൂരമായ കൂട്ടബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെടുകയാണ്. അത് മാറ്റി നിർത്താം. ഒരു ഡോക്ടർ എന്നുള്ള ലേബൽ മാറ്റി നിർത്തിയിട്ട് നമുക്ക് സംസാരിക്കുകയാണെങ്കിൽ, ഒരു സ്ത്രീ അവളുടെ തൊഴിലിടത്തിൽ, അവൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് പോകുമ്പോൾ അവിടെ ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ട് കൊല്ലപ്പെടുന്നു. അവിടെ എന്താണ് നടക്കുന്നത്? അതിൽ എത്ര ആൾക്കാർ പ്രതികരിക്കുന്നുണ്ട്? ഈ പ്രതികരിക്കുന്നു എന്ന് പറയുമ്പോൾ ഇപ്പോൾ കൊൽക്കത്തയിൽ പൊതുജനങ്ങൾ പ്രതികരിക്കുന്നു എന്ന് അവിടെ നിന്നുള്ള മാധ്യമപ്രവർത്തകർ റിപ്പോർട്ട് ചെയ്യുന്നു. പക്ഷേ എപ്പോഴും എത്രത്തോളം ആളുകൾ പ്രതികരിക്കുന്നു? ഇപ്പോൾ മറ്റ് പല കേസുകളും വന്നപ്പോൾ, ഇവൻ നിർഭയ, സൗമ്യ പോലുള്ള കേസുകൾ വന്നപ്പോൾ രാജ്യവ്യാപകമായി പ്രക്ഷോഭങ്ങൾ നടന്നു. ഇപ്പോൾ കേരളത്തിൽ എത്ര പൊതുജനങ്ങൾക്ക് ഇതിനെപ്പറ്റി അവെയറാണ്? ഇങ്ങനൊരു ഇൻസിഡൻറ്റ് നടന്നു, അത് നടന്ന ഒരു സ്ത്രീ ബലാത്സംഗത്തിനിരയായി അതിക്രൂരമായി പീഡിപ്പിക്കപ്പെട്ട ഒരു സാഹചര്യമാണുള്ളത് എന്ന് എത്ര പേർ അവെയറാണ് എന്ന് എനിക്കറിയില്ല. അപ്പോൾ എന്തുകൊണ്ട് ഇതൊരു പൊതുമധ്യത്തിൽ വരുന്നില്ല? അതൊരു ഡോക്ടർ ആയതുകൊണ്ടാണോ, ഒരു വേറെ കമ്മ്യൂണിറ്റിയാണ് എന്ന രീതിയിൽ മാറ്റി നിർത്തേണ്ടപ്പെടേണ്ട ഒരു സാഹചര്യമാണോ ഇപ്പോൾ നിലവിലുള്ളത്? ഒരു സ്ത്രീ ക്രൂരമായി കൊലപ്പെട്ടിട്ട് അവിടുത്തെ അധികാരികൾ തന്നെ അതിനെ മറച്ചു വയ്ക്കുന്നു. ഇനീഷ്യലി അതിനെ ഒരു സൂയിസൈഡാണ്, ഒരു ആത്മഹത്യയാണ് എന്ന ലേബലിലേക്കാണ് അവർ കൊണ്ടുവരുന്നത്. ആത്മഹത്യയാണ് എന്ന രീതിയിൽ മാതാപിതാക്കളെ അറിയിക്കുന്നു. എന്നിട്ട് അതിനെ കേസിനെ ഒതുക്കി തീർക്കാൻ ശ്രമിക്കുന്നു. അപ്പോൾ അവിടുത്തെ റെസിഡൻറ്റ് ഡോക്ടർമാരുടെ കൃത്യമായ ഇടപെടലുകളിലാണ് അതങ്ങനെയല്ല, അതിൽ അന്വേഷണം വേണം, പോസ്റ്റ്മോർട്ടം നടക്കണമെന്ന് അറിയിച്ചു. ആ പോസ്റ്റ്മോർട്ടം വരുമ്പോഴും ആ പോസ്റ്റ്മോർട്ടത്തിന് ശേഷവും ഇനിഷ്യലി അതിനെ ഒരു ആത്മഹത്യയാണ്, അല്ലെങ്കിൽ അവിടുത്തെ അധികാരികൾ സംസാരിക്കുന്നത് എന്തിനാ പെൺകുട്ടി ആ സമയത്ത് അവിടെ പോയി, അവളുടെ ഉദ്ദേശം ശരിയല്ലായിരുന്നു എന്ന രീതിയിൽ സംസാരിക്കുന്ന കോളേജ് അധികൃതരാണുള്ളത്. അപ്പോൾ എങ്ങനെയാണ് അങ്ങനെ ഒരു പ്രതികരണത്തിലേക്ക് ഒരു സമൂഹത്തിന് പോകാൻ കഴിയുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിൽ നിന്നും വളരെയധികം പ്രതിഷേധങ്ങളുടെ ഭാഗമായിട്ടാണ് ഹൈക്കോടതി ഒരു CBI അന്വേഷണത്തിന് ഉത്തരവിടുന്നത്. ഇപ്പോൾ ഈ CBI അന്വേഷണത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ കാര്യങ്ങളുള്ളത്. ഈ CBI അന്വേഷണത്തിൽ അടുത്ത 48 മണിക്കൂറിൽ കൃത്യമായ ഒരു പ്രതികളെ അറസ്റ്റ് ചെയ്യണം എന്നുള്ളൊരു രീതിയിലാണ് ഞങ്ങളുടെ ആവശ്യം മുന്നോട്ട് വയ്ക്കുന്നത്. അപ്പോൾ ഇതിൽ മമതാ ബാനർജി തന്നെ ആവശ്യപ്പെട്ടൊരു കാര്യമുണ്ട്, പ്രതികളെ തൂക്കിക്കൊല്ലണം, പ്രതിയെ തൂക്കിക്കൊല്ലണമെന്ന്. ഏത് പ്രതിയാണ് ഇവർ തൂക്കിക്കൊല്ലാൻ പോകുന്നത്? ഈ ഒരു സ്കേപ്പ് ഗോട്ടായിട്ട് ഒരാളെ അവർ പിടിച്ചു വെച്ചിരിക്കുന്നു, അയാളാണ് പ്രതിയെന്ന് അവകാശപ്പെടുന്നു. അങ്ങനെ ഒരാളെ തൂക്കിക്കൊല്ലണം എന്ന് അവകാശപ്പെട്ട് ഈ കേസ് ഒതുക്കി തീർക്കാൻ ഒരിക്കലും ഇന്ത്യയിലെ ഡോക്ടർമാർ സമ്മതിക്കുകയില്ല. കൃത്യമായ പ്രതികളെ 48 മണിക്കൂറിനുള്ളിൽ അറസ്റ്റ് ചെയ്യണം. അതുപോലെ ഇതിന് ഒപ്പം ചേർന്ന് നിന്ന പ്രിൻസിപ്പൽ അടക്കമുള്ള അധികൃതർ കൃത്യമായി റിസൈൻ ചെയ്യുക, രാജിവെക്കുക, പുറത്തു പോകണം. അതുപോലെ തന്നെ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ കോടതി പോലും ഉത്തരവ് കൊടുത്തിരിക്കുന്നത് ഈ ഒരു പ്രിൻസിപ്പൽ അടക്കമുള്ള ആളുകൾ ലീവിൽ പോകണമെന്നാണ്. ലീവിൽ പോയി അവരവരുടെ വെക്കേഷൻ ആഘോഷിക്കാനാണോ ഈ ഒരു സമരം? 5 ഡോക്ടർമാരെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിട്ടുണ്ട്. നമുക്ക് നീതി ലഭിക്കുമെന്ന പ്രതീക്ഷ ഈ നിമിഷം പുലർത്താം. ഡോക്ടർ